Welcome back, my dear students, on a new lecture on Laplace transform. So, we inverse Laplace transforms പഠിച്ചു. ഇനി inverse Laplace transform method of partial fraction വെച്ചിട്ട് inverse Laplace transform കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ അകത്ത് പണ്ട് നമ്മൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻസ് പഠിച്ചിരുന്നു. ദ സെയിം ഐഡിയ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് the inverse Laplace transform. This is what we are going to discuss in this video. So partial fractions in the case, there are different cases. First case 1, unrepeated factors of s minus a. S minus. അതായത് എസ് മൈനസ് എ എന്ന് പറഞ്ഞ ഫാക്ടർ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ വരുന്ന കേസുകളിൽ ഉള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം? ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ വരുന്ന എല്ലാ പ്രോബ്ലംസും 1 by or some function of s, some f of s by some s minus a or s minus b, s minus c അല്ലെങ്കിൽ ഇതിൻ്റെ പവർ ഇങ്ങനെ വരുന്ന ഫോമിലുള്ളതിനെയാണ് നമ്മൾ സാധാരണ പാർഷ്യൽ ഫ്രാക്ഷൻസിൻ്റെ കേസ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്നത് എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി എന്ന് വരുന്നതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടേഴ്സാണ്. ഓക്കെ, അങ്ങനെ ഒരു ഫാക്ടേഴ്സും പവർ 2 ആയിട്ട് വരുന്നില്ല. അങ്ങനെയുള്ള കേസിൽ എങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. സോ വി വിൽ ഇല്ലുസ്ട്രേറ്റ് ദിസ് മെത്തേഡ്. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, so find the inverse Laplace transform of s plus 1 divided by s into s square plus s plus 6. So keep in mind that 1 by s minus a യുടെ inverse Laplace transform is actually e raised to at. Okay, ഈ ഐഡിയ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Okay, so here capital F of s is equal to s plus 1 divided by s into s square plus s minus 6. ഇനിയും s square plus s minus 6നെ നമുക്ക് s plus 1 divided by s into s minus 2 into s plus 3 എഴുതാം. ഓക്കെ, രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോൾ 1 കിട്ടുന്നു, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -6 കിട്ടുന്നു. അങ്ങനെയുള്ള നമ്പേഴ്സാണ് -2ഉം 3ഉം. -2 plus 3 is 1. -2 into 3 is -6. അല്ലെങ്കിൽ നിങ്ങൾക്ക് -b plus or minus root of b square minus 4ac by 2a എന്ന ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം. സോ ദി ക്യാൻ ഫാക്ടറൈസ് ദിസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടേഴ്സ് ആണ് വന്നത്. വൺ ഈസ് s minus 0, അതർ ഈസ് s minus 2, തേർഡ് വൺ ഈസ് s plus 3. മൂന്നിൻ്റെയും പവർ 1 ആണ്, മൂന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. So this is of the form unrepeated factors of s minus a. ഡിനോമിനേറ്ററിൽ s minus a വന്നു, അത് ഫാക്ടേഴ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കേസിൽ the partial fraction method is, this can be written as s plus 1 divided by s into s minus 2 into s plus 3 can be written as a1 divided by first factor, that is s, plus a2 divided by the second factor, which is s minus 2, plus a3 divided by the third factor, s plus 3. This is the partial fraction method. ഇപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടേഴ്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ആസ് a1 by first factor plus a2 by second factor plus a3 by third factor plus etc. അങ്ങനെ രൂപത്തിൽ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, now the question is to find a1, a2, a3. Now find a1, a2, a3. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ നമുക്ക് വി ഹാവ് എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 ഈസ് വാട്ട്? a1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് a2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 പ്ലസ് a3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3. ഓക്കെ, നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ത്രൂ ഔട്ട് എസ് ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ്സ് ദ നെക്സ്റ്റ്. അതായത് ഡിനോമിനേറ്ററിലുള്ള ഈ ഫാക്ടർ കൊണ്ട് ത്രൂ ഔട്ട് ഈ എക്സ്പ്രഷനെ മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഈ രൂപത്തിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ
ഡിനോമിനേറ്ററിലുള്ള ഫാക്ടർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ മൾട്ടിപ്ലൈ ഈ സ്റ്റെപ്പുകൾ മനസ്സിലാക്കുക വിത്ത് ദ ഫാക്ടർ എസ് ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3. സോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആയി പോയിട്ട് എസ് പ്ലസ് 1 മാത്രം റിമൈൻ ചെയ്യും. സോ 1 ഇംപ്ലൈസ് ലെഫ്റ്റ് സൈഡ് ഈസ് എസ് പ്ലസ് 1. ഇതിന് ഇക്വേഷൻ 1 എന്ന് നമുക്ക് പോകും. റൈറ്റ് സൈഡിൽ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ്സും എസ്സും ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി ന്യൂമറേറ്ററിൻ്റെ അകത്ത് A1 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 എന്ന് കിട്ടും. കാരണം അവിടെ എസ്സും എസ്സും ക്യാൻസൽ ആയിപ്പോയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. രണ്ടാമത്തെ ടൈമിൻ്റെ അകത്ത് എസ് മൈനസ് 2ഉം എസ് മൈനസ് 2ഉം ക്യാൻസൽ ആയി പോയിട്ട് എസ് ഇൻറ്റു എസ് പ്ലസ് 3 വരും. സോ A2 ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് 3 എന്ന് വരും. ഓക്കെ, മൂന്നാമത്തെ ടൈമിൻ്റെ അകത്ത് എസ് പ്ലസ് 3 ക്യാൻസൽ ആയി പോയിട്ട് A3 ഇൻറ്റു എസ് മൈനസ് 2 എന്ന് വരും. സോ A3 ഇൻറ്റു എസ് മൈനസ് 2. ദിസ് ഈസ് ദ ആൻസർ. ഇനി നമുക്ക് A1ഉം A2ഉം A3ഉം കണ്ടുപിടിക്കും. ദ ഈസിയസ്റ്റ് വേ ഈസ് ഇതിൻ്റെ അകത്തെ ഒരു ഫാക്ടർ ഒഴികെ ബാക്കിയെല്ലാം എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഫോർ ദാറ്റ് വി സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂസ്. സോ ഇവിടെ എസിന് 2 എന്ന് കൊടുത്താൽ ഈ ഫാക്ടറും 0 ആകും, ഈ ഫാക്ടറും 0 ആകും. The only thing which remains is A2. That's the idea. എസിന് 0 കൊടുത്താൽ ഈ ഫാക്ടറും 0 ആകും, ഈ ഫാക്ടറും 0 ആകും. അപ്പോൾ A1 മാത്രം റിമൈൻ ചെയ്യും. അടുത്തത് എസിന് -3 എന്ന് കൊടുത്താൽ ഈ ഫാക്ടറും 0 ആകും, ഇത് മാത്രം റിമൈൻ ചെയ്യും. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇതിനകത്ത് ഒരു ഫാക്ടർ വരുന്ന രീതിയിൽ ബാക്കി എല്ലാ ഫാക്ടറിനെയും റിമൂവ് ചെയ്യുന്ന രീതിയിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഫസ്റ്റ് തിങ് ഈസ് പുട്ട് എസ് ഈസ് ഈക്വൽ ടു 2. ഇവിടെ എസ് മൈനസ് എ ഉണ്ടെങ്കിൽ ഫസ്റ്റ് എസിന് എന്ന് കൊടുക്കുക. ഇവിടെ എസ് മൈനസ് 2 ഉണ്ട്, എസ് ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുക. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. സോ 2 ബിക്കംസ് ലെഫ്റ്റ് സൈഡിൽ എസിന് 2 കൊടുക്കുമ്പോൾ 2 + 1 ഈസ് 3 ഈസ് ഈക്വൽ ടു A1 ഇൻറ്റു 2 മൈനസ് 2 0. സോ A1 ഇൻറ്റു 0 ഇൻറ്റു 2 + 3. ഓക്കെ, പ്ലസ് A2 ഇൻറ്റു എസിന് 2 എന്നാണ് കൊടുത്തത്. 2 ഇൻറ്റു 2 + 3 ഈസ് 5 പ്ലസ് A3 ഇൻറ്റു 2 ഇൻറ്റു 2 മൈനസ് 2 ഈസ് 0. ഓക്കെ, സോ 3 ബിക്കംസ് ഫസ്റ്റ് ടൈം 0, തേർഡ് ടൈം 0. ഇവിടെ 2 ഇൻറ്റു 5 ഈസ് 10 A2 എന്ന് കിട്ടും. So this implies A2 is equal to 10/3 എന്ന് കിട്ടും. സോ A2ൻ്റെ വാല്യൂ കിട്ടി. സോറി, 10/3 അല്ല, 3/10. ഓക്കെ, സോ ഇനി അടുത്തത് എസിന് -3 കൊടുത്താൽ ഈ ടേമും ക്യാൻസൽ ആയിപ്പോകും. സോ പുട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എസ് ഈസ് ഈക്വൽ ടു -3. ഇൻ ഇക്വേഷൻ നമ്പർ 2 ബിക്കംസ് ഇവിടെ -3 + 1 becomes -2 is equal to A1 into -3 minus 2. -3 + 3 is 0 plus A2 into -3 into -3 + 3 is 0 plus A3 into -3 into -3 minus 2. So -2 implies A1ൻ്റെ കൂടെ 0 വരുന്നതുകൊണ്ട് ദിസ് ബിക്കംസ് 0. A2ൻ്റെ കൂടെ 0 വരുന്നതുകൊണ്ട് ദിസ് ബിക്കംസ് 0. ദിസ് ഈസ് -3, ദിസ് ഈസ് -5. -3 ഇൻറ്റു -5 ഈസ് ആക്ച്വലി +15 എന്ന് കിട്ടും. സോ A3 ഇൻറ്റു 15 എന്ന് കിട്ടും. സോ വിച്ച് ബിക്കംസ് A3 ഈസ് ഈക്വൽ ടു -2/15 എന്ന് കിട്ടും. സോ A2ൻ്റെ A3യുടെയും വാല്യൂ കിട്ടും. നൗ എസിന് 0 കൊടുത്താൽ A2ഉം A3യും ക്യാൻസൽ ആയി പോയിട്ട് A1 മാത്രമാകും. ഓക്കെ, സോ പുട്ട് എസ് ഈസ് ഈക്വൽ ടു 0. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് ഡിനോമിനേറ്ററിൽ എസ് മൈനസ് എ എന്നുള്ളത് ഏതൊക്കെ ഫാക്ടർ ഉണ്ടോ ആ ഓരോ എയും നമുക്ക് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എസ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഇക്വേഷൻ 2 ബിക്കംസ് 2 + 0 + 1 which is 1. 1 is equal to A1 into 0 minus 2. A1 into -2. Next is 0 plus 3 which is 3. A2 into 0 into something is 0. So ഞാൻ അതിനെ A2 into 0 എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ.
a3 into 0 into 0 minus 2. So which is a3 into 0 എന്ന രീതിയിൽ എഴുതിയാണ്. Okay. So this is 1 is equal to minus 6 a1 എന്ന് കിട്ടും. ബാക്കിയെല്ലാം 0. So this implies a1 is equal to 1 by minus 6, which is equal to minus 1 by 6. So a1 ഇന്റെയും a2 ഇന്റെയും a3 യുടെയും വാല്യൂ ആയി. So our equation 1 becomes s plus 1 divided by s into s minus 2 into s plus 3, which is equal to a1, which is minus 1 by 6 into 1 by s, plus next is a2. a2 in the value is 3 by 10. So 3 by 10 into 1 by s minus 2 plus a3 the value is minus 2 by 15. Minus 2 by 15 into 1 by s plus 2. Okay. ഇവിടെ നമുക്കൊരു കോൺസ്റ്റന്റ് ഇൻറ്റു ഫാക്ടേഴ്സ് എന്ന രൂപത്തിലാണ് വരുന്നത്. 1 by s minus 0, 1 by s minus 2, 1 by s plus 3. നമുക്ക് ആദ്യം തന്നെ അറിയാം 1 by s minus എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈ റേസ് ടു 8 ആണ്. സോ ഇവിടെ എയുടെ വാല്യൂ മാറി മാറി വരുന്നേ ഉള്ളൂ. സോ എൽ ഇൻവേഴ്സ് ഓഫ് s plus 1 divided by s into s minus 2 into s plus 3 becomes L inverse of minus 1 by 6 into 1 by s plus 3 by 10 into 1 by s minus 2 minus 2 by 15 into 1 by s plus 3. ഇതിനെ ലീനിയറായിട്ട് വെച്ചിട്ട് we can minus split minus 1 by 6 into L inverse 1 by s plus 3 by 10 into L inverse 1 by s minus 2 minus 2 by 15 into L inverse 1 by s plus 2. So ഇതെല്ലാം 1 by s minus a എന്നുള്ള ഫോമിലാണ്. ഇവിടെ a is equal to 0, ഇവിടെ a is equal to 2, ഇവിടെ a is equal to minus 3. So the answer becomes minus 1 by 6 into e raised to 0t plus 3 by 10 into e raised to 2t minus 2 by 15 into e raised to minus 3t. Okay, so this is the answer. So this is the inverse Laplace transform of s plus 1 divided by s into s square plus s plus 6. S square plus s minus 6. So ഇതാണ് നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്സ്. നമ്മൾ ആദ്യം താഴെ ഡിനോമിനേറ്ററിലുള്ള ഫാക്ടേഴ്സ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടേഴ്സ് ആണോ നോക്കും. ആ ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടേഴ്സ് ആണെങ്കിൽ അതിനെ a1 ഡിവൈഡ് ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് a2 ഡിവൈഡ് ബൈ സെക്കൻഡ് ഫാക്ടർ പ്ലസ് a3 ഡിവൈഡ് ബൈ തേർഡ് ഫാക്ടർ എന്ന രൂപത്തിൽ എഴുതും. എന്നിട്ട് അതിനെ ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഓരോ കോൺസ്റ്റൻസും എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി ഡിനോമിനേറ്ററുള്ള ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയുടെ വാല്യൂ, ഇവിടെ s മൈനസ് 0, s മൈനസ് 2, s പ്ലസ് 3, ഓരോന്നിൻ്റെ കേസിലും ഉള്ള വാല്യൂസ് s is equal to minus 3 0 ആകുന്ന രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. a1ൻ്റെ a2ൻ്റെ a3യുടെ വാല്യൂ കണ്ടുപിടിക്കും. then we proceed. Okay. Similarly, one more problem. Question: inverse Laplace transform of 1 by s into s plus 1 into s plus 2. So ഇവിടെ ഡിനോമിനേറ്ററിൽ 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടേഴ്സ് ആണ്. ഒന്നിൻ്റെയും പവർ വണ്ണിനെക്കാട്ടിലും കൂടുതലല്ല. സോ ഫസ്റ്റ് അതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ഫോമിൽ എഴുതുക. സോ 1 by s into s plus 1 into s plus 2 becomes a1 divided by s first factor plus a2 divided by s plus 1 second factor plus a3 divided by third factor s plus 2. This is equation number 1. അടുത്തതായിട്ട് നമ്മൾ ഡിനോമിനേറ്ററിലുള്ള ഫാക്ടർ കൊണ്ട് ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് മൾട്ടിപ്ലൈയിങ് with s into s plus 1 into s plus 2. So we get left hand side is multiply and left hand side becomes 1
Right hand side becomes s to s cancel ആയിപ്പോയിട്ട് ബാക്കി a1 into s plus 1 into s plus 2 ത്രൂഔട്ട് ഈ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഓരോ ടേം. ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസും എസും ക്യാൻസൽ ആയി. സെക്കൻഡിൽ എസ് പ്ലസ് വണ്ണും എസ് പ്ലസ് വണ്ണും ക്യാൻസൽ ആയിപ്പോയിട്ട് ബാക്കി എസ് ഇൻറ്റു എസ് പ്ലസ് ടു ഉണ്ട്. സോ a2 ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് ടു ഉണ്ട്. അടുത്തത് എസ് പ്ലസ് ടുവും എസ് പ്ലസ് ടുവും ക്യാൻസൽ ആയിപ്പോയിട്ട് ബാക്കി എസ് ഇൻറ്റു എസ് പ്ലസ് വൺ. സോ a3 ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഉണ്ട്. ഓക്കെ, നൗ നമുക്ക് ഇതിൻ്റെ അകത്തെ ഓരോ ടേമും സീറോ ആകുന്ന രീതിയിൽ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ എസിന് -1 കൊടുത്താൽ ഈ വാല്യൂവും സീറോ ആകും. Okay, so that's what first one. So put s is equal to -1. Okay. So ഇതിനെ s മൈനസ് എ എന്നുള്ള ഫോമിലാണെങ്കിൽ ഇത് s മൈനസ് -1. സോ -1 കൊടുക്കുന്നു. അങ്ങനെ ആലോചിച്ചാലും മതി. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. എസിന് -1 കൊടുക്കുമ്പോൾ ഇക്വേഷൻ 2 ബിക്കംസ്, ലെഫ്റ്റ് സൈഡിൽ വ്യത്യാസമില്ല, 1 is equal to ഇതിനെ കൊടുക്കുമ്പോൾ a1 into 0 വരും. So a1 into 0 plus a2 into, this is -1 into -1 plus 2. So -1 into -1 plus 2 plus a3 into, ഇവിടെയും എസിന് -1 കൊടുക്കുമ്പോൾ -1 plus 0 വരും, which is 0. Okay. So 1 implies a1 into 0 is 0. This is 0. -1 plus 1 is -1 plus 2 is 1. 1 into -1 is -1. So this is minus a2. -1 into 1 is -1. So this implies a2 is equal to -1. Okay. a2 in the value. Next is put s is equal to, അടുത്തത് കൊടുക്കേണ്ടത് -2 എന്ന് കൊടുത്താൽ മതി. ഇത് 0 ആകാൻ വേണ്ടി ഈ ഫാക്ടർ. Put s is equal to -2. So left hand side വ്യത്യാസമൊന്നുമില്ല. So equation 2 becomes 1 is equal to, ഫസ്റ്റ് ടൈം 0 ആയിപ്പോൾ a1 into 0 plus -2 കൊടുക്കുമ്പോൾ a2 into this term also becomes 0. So a2 into 0 plus third term is a3 into -2 into -2 plus 1. So a3 into -2 into -2 plus 1. So this becomes 1 is equal to -2 plus 1 is -1. -1 into -2 is 2. So 2a3 എന്ന് കിട്ടും. This implies a3 is equal to 1/2. Next is put s is equal to, അടുത്തതായിട്ട് എസിന് എന്ത് വാല്യൂ കൊടുത്താൽ 0 കൊടുത്താൽ ഈ ടേമും 0 ആയിട്ട്. Put s is equal to 0. So equation number 2 becomes, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എസ് ഇല്ല. സോ 1 implies റൈറ്റ് ഹാൻഡ് സൈഡിൽ a1 into 0 plus 1 into 0 plus 2. a2 into 0, a3 into 0. So a1 into 0 plus 1 is 1, 0 plus 2 is 2, plus a2 into 0 plus a3 into 0. So this implies 1 is equal to 2a1, which implies a1 is equal to 1/2. So a1-ൻ്റെയും a2-ൻ്റെയും a3-യുടെയും വാല്യൂ ആയി. Now we substitute on equation number 1. So equation number 1 implies 1/s into s plus 1 into s plus 2 is actually a1. a1 is actually 1/2. So 1/2 into 1/s. a2 is actually -1. So -1 divided by 1/s plus 1. a3 is actually 1/2 plus 1/2 into 1/s plus 2. Okay, for partial fraction I. So L inverse of 1/s into s plus 1 into s plus 2 becomes L inverse of 1/2 into 1/s minus 1 divided by s plus 1 plus 1/2 into 1/s plus 2. Linearity property വെച്ചിട്ട് this is 1/2 into L inverse 1/s minus L inverse 1/s plus 1 plus 1/2 into L inverse 1/s plus 2.
ഇതെല്ലാം 1/s - a എന്നുള്ള ഫോമിലാണ്. ഇവിടെ എയുടെ വാല്യൂ 0, ഇവിടെ എയുടെ വാല്യൂ -1, ഇവിടെ എയുടെ വാല്യൂ -2. 1/s - aയുടെ L ഇൻവേഴ്സ് എന്ന് വെച്ചാൽ e⁻⁴t. സോ ദിസ് ഈസ് 1/2 ഇൻറ്റു ഇവിടെ എയുടെ വാല്യൂ 0, e⁻⁴t മൈനസ് ഇവിടെ എയുടെ വാല്യൂ -1, സോ e⁻−1t പ്ലസ് 1/2 ഇൻറ്റു എയുടെ വാല്യൂ -2t. So this is e⁻⁴t is 1. So 1/2 minus e⁻−t plus 1/2 e⁻²t. This is the inverse Laplace transform.